ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ ഏറ്റവും വലിയ അവകാശവാദം എന്നത് ഇന്ത്യയിൽ അഴിമതി ഒട്ടും തന്നെ ഇല്ല, എല്ലാ തരത്തിലും ഞങ്ങൾ അഴിമതി തടഞ്ഞു നിർത്തുകയും ഒരു സ്ഥാപനങ്ങളിലും, അതായത് ഒരു രീതിയിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലും അഴിമതി നടക്കുന്നില്ല. ഇതായിരുന്നു നരേന്ദ്രമോദിയുടെ അവകാശവാദം. എന്നാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ പറയുന്നു വലിയ തോതിലുള്ള അഴിമതിയാണ് സെബിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ മാധവി പുരി ബുച്ച് ആയിരുന്നു സെബി ചെയർപേഴ്സൺ ആയിരുന്നത്. വലിയ രീതിയിലുള്ള ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ അവർക്കെതിരെ നിരവധിയായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നരേന്ദ്രമോദിക്ക് അമളി പറ്റിയിരിക്കുന്നു എന്നുള്ളത് റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര തന്നെ തുറന്നു പറയുമ്പോൾ കേന്ദ്ര സർക്കാർ വീണ്ടും നാണക്കേട് കൊണ്ട് കുനിയുകയാണ്. കാരണം 2000 രൂപയുടെ നോട്ട് നിരോധനം ഉൾപ്പെടെ രണ്ടാം ഘട്ടം വരുമ്പോൾ അതും ഈ രാജ്യത്ത് കള്ളനോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സ്രോതസ്സാണ് എന്ന് പറഞ്ഞത് കബളിപ്പിക്കൽ മാർഗം തന്നെയായിരുന്നു. ഈ രാജ്യത്തെ 2% താഴെയുള്ള 2000 നോട്ടുകൾ സർക്കുലേറ്റ് ചെയ്യുന്നത് ഇതുവരെയും നിർത്തലാക്കിയിട്ടില്ല എന്നുള്ള റിസർവ് ബാങ്കിന്റെ അവകാശവാദങ്ങൾ കണക്ക് സഹിതമാണ് സഞ്ജയ് മൽഹോത്ര പറഞ്ഞിരിക്കുന്നത്. മുൻ ഗവർണറായിരുന്ന രഘുറാം രാജൻ BJPയുടെ നോട്ട് നിരോധന നയത്തെ ശക്തമായി എതിർക്കുകയും ആ വിഷയത്തിൽ നരേന്ദ്രമോദിക്ക് കണക്കൂട്ടൽ തെറ്റിയിരിക്കുന്നു. ആരെ രക്ഷിക്കാനാണ്, ആരെ ലാഭത്തിലാക്കാനാണ്? കോർപ്പറേറ്റുകളുടെ പൊതുകടങ്ങൾ എഴുതി തള്ളിക്കൊണ്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് വൽക്കരിക്കാൻ വേണ്ടി അവയെ വിറ്റഴിക്കുന്ന LIC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സ്വകാര്യ വ്യക്തികൾക്ക് കൂടുതൽ അതിന് അക്സസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന നയങ്ങളാണ് കഴിഞ്ഞ കുറേയധികം നാളുകളായി ധനകാര്യ മന്ത്രാലയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും മോശം ധനകാര്യമന്ത്രി എന്ന് ഖ്യാതി നേടിക്കഴിഞ്ഞിരിക്കുന്നു നിർമ്മല സീതാരാമൻ. അതൊരു അനുഗ്രഹം പോലെ അവർ കൊണ്ടു നടക്കുകയാണെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ നിർമ്മല സീതാരാമൻ കുറേയധികം പരാമർശങ്ങൾ അദ്ദേഹത്തിനെതിരെ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. രാഹുൽ ഗാന്ധി നിർമ്മല സീതാരാമന്റെ ബജറ്റുകളെ വിമർശിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ സർക്കാർ എന്ത് നയമാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ്. കമ്പാരിസൺ നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മികച്ചത് എന്നുള്ള രീതിയിലേക്കല്ല അവരുടെ സിദ്ധാന്തങ്ങൾ. ഈ രാജ്യത്ത് മൻമോഹൻ സിംഗിന്റെ സർക്കാർ, അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന 10 കൊല്ലവും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാണ്. അത് അദ്ദേഹത്തിന്റെ മരണാനന്തരമെങ്കിലും നരേന്ദ്രമോദി തുറന്നു പറയാൻ തയ്യാറായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ റിസർവ് ബാങ്ക് കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നതനുസരിച്ച് നോട്ട് നിരോധനം പൂർണ്ണമായും വിജയകരമല്ല. അതുവഴി വീണ്ടും കള്ളപ്പണം കുമിഞ്ഞുകൂടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ രാജ്യത്തെ കള്ളപ്പണം ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല നികുതി അടയ്ക്കാത്ത വലിയ തോതിലുള്ള സർക്കുലേഷൻ ഇപ്പോഴും രാജ്യത്തുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർമ്മല സീതാരാമൻ എങ്ങനെയാണ് കോർപ്പറേറ്റുകളുടെ പൊതുകടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടിയുള്ള മാർഗരേഖകൾ തയ്യാറാക്കുന്നത്, അതുവഴി എന്തുമാത്രം ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള അഴിമതിയാണ് നടക്കുന്നത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സഞ്ജയ് മൽഹോത്ര വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സഞ്ജയ് മൽഹോത്രയുടെ ജീവൻ ആപത്തിൽ തന്നെയാണ്. എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നത് കൊണ്ട് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായി മാറിയേക്കാം.